ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കൺവെർജൻസ് ടു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ 4ാമത്തെ പാർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 1 മുതൽ 3 വരെയുള്ള പാർട്ടുകളിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളും അതിൻ്റെ മീനിങ്, ഒബ്ജക്റ്റീവുകളും ഒപ്പം തന്നെ വ്യത്യസ്ത തരത്തിലുള്ള അക്കൗണ്ടിംഗ് ബോഡികളെക്കുറിച്ചും വ്യത്യസ്ത തരത്തിലുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളെക്കുറിച്ചും ഒക്കെ ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൺവെർജൻസ് ടു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിലെ പ്രോസസ് ഓഫ് സെറ്റിംഗ് IFRS എന്ന് പറയുന്ന ഒരു ഭാഗവും ഒപ്പം തന്നെ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഫോർ IFRS ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ കൺസെപ്ച്വൽ ഫ്രെയിംവർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ മീനിങ്ങുകൾ, ദെൻ വ്യത്യസ്ത തരത്തിലുള്ള എലമെൻറ്റുകൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞാൽ മറ്റൊരു പാർട്ടിൽ നമ്മൾ ഇന്ന് തന്നെ ഫിനാൻഷ്യൽ എലമെൻറ്റ്സുകളെ കുറിച്ച് ഈ പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള ഫിനാൻഷ്യൽ എലമെൻറ്റുകളാണ് അവിടെ ചർച്ചയ്ക്ക് വരുന്നത്. അസറ്റുകളും ലയബിലിറ്റികളും ഇൻകംസുകളും എക്സ്പെൻസുകളൊക്കെ അടങ്ങുന്ന ഒരു വ്യത്യസ്ത തരത്തിലുള്ള എലമെൻറ്റുകളാണ് അവിടെ വരുന്നത്. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ മീനിങ്ങുകൾ, ദെൻ ക്ലാസിഫിക്കേഷൻസുകൾ, ദെൻ റെക്കഗ്നിഷന്, അതുപോലെ തന്നെ റെക്കഗ്നിഷൻ്റെ ക്രൈറ്റീരിയ, ദെൻ മെഷർമെൻറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ബേസസുകൾ, മെഷർമെൻറ്റിൻ്റെ ക്രൈറ്റീരിയകൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. പഠനാർഹമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദെൻ കൺവെർജൻസ് ടു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട്സോടുകൂടി സ്ക്രീനിൽ കാണാവുന്നതാണ്. കൺവെർജൻസ് ടു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിലെ പ്രോസസ് ഓഫ് സെറ്റിംഗ് IFRS എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രോസസ് ഓഫ് സെറ്റിംഗ് IFRS പാർട്ട് 4 ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. അഥവാ IFRS സെറ്റ് ചെയ്യുമ്പോൾ പിന്തുടരേണ്ട പ്രോസസ്സുകൾ, പ്രക്രിയകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. IFRS ആർ ഡെവലപ്ഡ് ത്രൂ ആൻ ഇൻ്റർനാഷണൽ കൺസൾട്ടേഷൻ പ്രോസസ് കോൾഡ് ഡ്യൂ പ്രോസസ്. IFRS ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇൻ്റർനാഷണൽ കൺസൾട്ടേഷൻ പ്രോസസ്സ് പ്രകാരമാണ്, അഥവാ ഡ്യൂ പ്രോസസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ദിസ് ഇൻവോൾവ്സ് ഇൻട്രസ്റ്റഡ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ് ഫ്രം എറൗണ്ട് ദ വേൾഡ്. അഥവാ ഈ ഡ്യൂ പ്രോസസ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ കൺസൾട്ടേഷൻ ടീമിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തിക്കുന്നത് ദിസ് ഇൻവോൾവ്സ് ഇൻട്രസ്റ്റഡ് ഇൻഡിവിജ്വൽസ്, ഇതുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള വ്യക്തികളും അതുപോലെ തന്നെ ഓർഗനൈസേഷൻസുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ദെൻ ദ ഡ്യൂ പ്രോസസ് കംപ്രൈസ്ഡ് ഓഫ് 6 സ്റ്റേജസ്. ഡ്യൂ പ്രോസസ് എന്ന് പറയുന്ന അഥവാ ഈ പ്രോസസ് ഓഫ് സെറ്റിംഗ് IFRS അതിനെയാണ് നമ്മൾ ഡ്യൂ പ്രോസസ് എന്ന് പറയുന്നത്. ഈ ഡ്യൂ പ്രോസസ്സിന് 6 പ്രധാനപ്പെട്ട സ്റ്റേജുകളാണുള്ളത്. സിംപ്ലി മനസ്സിലാക്കേണ്ടത് പ്രോസസ് ഓഫ് സെറ്റിംഗ് IFRSൽ ഡ്യൂ പ്രോസസ്സാണ് പ്രധാനപ്പെട്ട് വരുന്നത്. ഡ്യൂ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻട്രസ്റ്റഡ് പാർട്ടീസിൻ്റെ ഒരു കൺസൾട്ടേഷൻ ടീമാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ദെൻ 1ാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് സെറ്റിംഗ് ദ അജണ്ട. സിംപ്ലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള പ്രോസസ്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ 1ാമത്തേത് സെറ്റിംഗ് ദ അജണ്ട സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആഫ്റ്റർ ഡിറ്റർമിനിങ് ദ ഏരിയാസ് ഇൻ വിച്ച് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നീഡ് ടു ബി ഡെവലപ്ഡ്, ഏത് ഏരിയയിലേക്കാണോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളുടെ ഡെവലപ്മെൻറ്റുകൾ ആവശ്യമായിട്ട് വരുന്നത് ആ ഏരിയകൾ ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ an agenda of various elements of the conceptual framework is set. ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റൽ ഫ്രെയിംവർക്കിൻ്റെ എലമെൻറ്റുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൺസെപ്റ്റൽ ഫ്രെയിംവർക്കുകളും അതിൻ്റെ എലമെൻറ്റുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. സിംപ്ലി മനസ്സിലാക്കേണ്ടത് IFRS രൂപീകരിക്കാൻ ആവശ്യമായിട്ടുള്ള അജണ്ട സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് 1ാമത് പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ദിസ് സിറ്റുവേഷൻ, ഈ സാഹചര്യത്തിൽ ദ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് കൺസിഡേഴ്സ്, IASB ആണ് ഇത് പ്രധാനപ്പെട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇത് കൺസിഡർ ചെയ്യുന്നത് the relevance to users of the information and the reliability of information that could be provided.
ഇൻഫോർമേഷൻസുകളൊക്കെ റെലവൻ്റ് ആണ്, റിലയബിൾ ആണ്, വിശ്വാസയോഗ്യമാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പരിഗണിക്കണം എന്നുള്ളതാണ്. അഥവാ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടിട്ട് അതിന് ഉതകുന്ന രൂപത്തിലുള്ള വിവരങ്ങളൊക്കെ അത് റിലയബിൾ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് പരിഗണിക്കണം. രണ്ടാമത്തേത് എക്സിസ്റ്റിംഗ് ഗൈഡൻസ് അവൈലബിൾ, നിലവിൽ ഏതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ഗൈഡൻസുകൾ, മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നത് എന്നത് കൃത്യമായിട്ട് നോക്കണം. ദെൻ മൂന്നാമത്തേത് ദ പോസിബിലിറ്റി ഓഫ് ഇൻക്രീസിങ് കൺവേർജൻസ്. IFRS കൺവേർജൻസ് നമ്മൾ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ദ പോസിബിലിറ്റി ഓഫ് ഇൻക്രീസിങ് കൺവേർജൻസ് അഥവാ IFRS കൺവേർജൻസുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട സാധ്യതകളെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് പരിഗണിക്കണം. ദ ക്വാളിറ്റി ഓഫ് ദി IFRS ടു ബി ഡെവലപ്ഡ്, ദെൻ IFRSൻ്റെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കണം. ദെൻ ഒപ്പം തന്നെ റിസോഴ്സസ് കൺസ്ട്രെയിൻസ്, കൃത്യമായിട്ടുള്ള റിസോഴ്സസുകളും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന റിസോഴ്സസുകളൊക്കെ പരിഗണിക്കണം എന്നതാണ് സെറ്റിംഗ് ദ അജണ്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിഗണിക്കണം എന്നാണ് അവിടെ പറഞ്ഞത്. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് പ്ലാനിങ് ദ പ്രോജക്റ്റ്. IFRS ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിന് ആവശ്യമായിട്ടുള്ള പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ കൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് പ്രോജക്റ്റ് ഈസ് പ്ലാൻഡ്. കൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ദ പ്ലാനിങ് ഓഫ് പ്രോജക്റ്റ് ഇൻവോൾവ്ഡ് ദ കൺസിഡറേഷൻ ഓഫ് ആൻഡ് കൺസൾട്ടേഷൻ ഓൺ ദ റെലവൻറ്റ് കൺസെപ്ച്വൽ ഇഷ്യൂസ്, എക്സിസ്റ്റിംഗ് പ്രൊനൗൺസ്മെൻറ്റ് ആൻഡ് പ്രാക്ടീസസ്. ദെൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇവിടെ ഈ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അതിൽ ഉൾക്കൊള്ളേണ്ടത് കൺസിഡറേഷൻ ഓഫ് ആൻഡ് കൺസൾട്ടേഷൻ ഓഫ് ദ റെലവൻറ്റ് കൺസെപ്ച്വൽ ഇഷ്യൂസ്. കൃത്യമായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ റെലവൻറ്റ് ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് പരിഗണിക്കണം. ദെൻ എക്സിസ്റ്റിംഗ് പ്രൊനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രഖ്യാപനമാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ എന്തൊക്കെയാണ് പ്രഖ്യാപനങ്ങൾ, എന്തൊക്കെ തീരുമാനങ്ങളാണ് നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ളത്, ഈ കാര്യങ്ങൾ പരിഗണിക്കണം. അതുപോലെ തന്നെ പ്രാക്ടീസസ്, നിലവിലുള്ള പ്രവർത്തനങ്ങളും മറ്റു കീഴ്വഴക്കങ്ങളൊക്കെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരിഗണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ദെൻ എ ടീം ഈസ് സെലക്റ്റഡ് ഫോർ ദ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നതിനോട് ഒരു ടീമിനെ സെലക്ട് ചെയ്യണം. ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദി ടെക്നിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള മെമ്പേഴ്സാണ് ആ ഒരു ടീമിനെ സെലക്ട് ചെയ്യുന്നത്. ദെൻ ദ പ്രോജക്റ്റ് മാനേജർ ഡ്രോസ് അപ്പ് എ പ്രോജക്റ്റ് പ്ലാൻ. ഒരു പ്രോജക്റ്റ് മാനേജർ അതിനുണ്ടാവും. അയാൾ പ്രോജക്റ്റ് പ്ലാന് കൃത്യമായിട്ട് ഡ്രോ ചെയ്യും, സെറ്റ് ചെയ്ത് കൊടുക്കും. അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദ ഡയറക്ടേഴ്സ് ഓഫ് ദി ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ ഇടയിൽ നിന്നുള്ള ഒരു സൂപ്പർവൈസറാണ് അതിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. സിംപ്ലി പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അതിനൊരു ടീം, ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ ഒരു ടീം തന്നെ ഇതിൻ്റെ പിന്നിൽ ഉണ്ടാവും എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ആൻഡ് പബ്ലിഷിംഗ് ദ ഡിസ്കഷൻ പേപ്പേഴ്സ്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ പ്ലാൻ ചെയ്ത് കൃത്യമാക്കിയതിന് ശേഷം ഇനി എന്തൊക്കെയാണ് സാധ്യതകളുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ പേപ്പറുകൾ തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത. ഇതിനായിട്ടുള്ള എക്സ്പേർട്ടുകൾക്ക് ചുമതല കൊടുത്തിട്ടുണ്ടാവും. അവരതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയിട്ട് ആ പഠനത്തിൻ്റെ റിപ്പോർട്ടാണ് ഈ ഒരു പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റ് ദിസ് സ്റ്റേജ്, ഈ ഒരു തേർഡ് സ്റ്റേജിൽ ദ വേരിയസ് എലമെൻറ്റ്സ് ഓഫ് ദ ഫ്രെയിം വർക്ക് ആർ ഡിസ്കസ്ഡ്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടുള്ള വേരിയസ് എലമെൻറ്റ്സുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആ എലമെൻറ്റ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് ദ ഡിസ്കഷൻ പേപ്പർ ഈസ് ഡെവലപ്ഡ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൃത്യമായിട്ട് നടക്കുന്നു, അതിൻ്റെ അഭിപ്രായ രൂപീകരണങ്ങൾ നടക്കുന്നു, തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ ദിസ് ഡിസ്കഷൻ പേപ്പർ ഈസ് പബ്ലിഷ്ഡ് ആൻഡ് സർക്കുലേറ്റഡ് എമംഗ് ദി പബ്ലിക്. എന്നിട്ട് ഈ തീരുമാനങ്ങളെയും ഈ വിലയിരുത്തലുകളെയും ഈ പഠന റിപ്പോർട്ടുകളെയും പബ്ലിക്കിലേക്ക് അത് പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു മീഡിയയിലായിരിക്കും അത് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സർക്കുലേറ്റഡ് എമംഗ് ദി പബ്ലിക്കിലേക്ക് കൃത്യമായിട്ടത് വിതരണം ചെയ്യുന്നു. അത് ഏതെങ്കിലും വാർത്താ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ മറ്റു ചാനലുകളിലൂടെയൊക്കെ അത് പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. Then at this stage the various elements of the framework including കോംപ്രഹെൻസീവ് ഓവർവ്യൂ ഓഫ് ദ ഇഷ്യൂ, മൊത്തത്തിൽ ഉള്ള ഓവർവ്യൂ അതിൽ ഉണ്ടാവണം ഈ ഒരു ഡിസ്കഷൻ പേപ്പറിൽ. അതുപോലെ തന്നെ പോസിബിൾ അപ്രോച്ചസ് ആൻഡ് അഡ്രസ്സിങ് ദ ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഇഷ്യൂസിനെ സമീപിക്കേണ്ട രൂപങ്ങൾ അതിലുണ്ടാവണം ഈ ഒരു ഡിസ്കഷൻ പേപ്പറിൽ. ദെൻ അതുപോലെ തന്നെ ആർ ഡിസ്കസ്ഡ് ആൻഡ് ദ ഡിസ്കഷൻ പേപ്പർ ഈസ് ഡെവലപ്ഡ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കഷൻ നടക്കേണ്ടതും അതുപോലെ തന്നെ ഡിസ്കഷൻ പേപ്പർ ഡെവലപ്പ് ചെയ്യേണ്ടതും. ദെൻ ദിസ് ഡിസ്കഷൻ പേപ്പർ പബ്ലിഷ്ഡ് ആൻഡ് സർക്കുലേറ്റഡ്
സർക്കുലേറ്റഡ് എമംഗ് ദി പബ്ലിക് എന്നുള്ളതാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് കൃത്യമായിട്ട് വിവരങ്ങൾ കൈമാറി കൊടുക്കണം എന്നുള്ളതുമാണ്. ദെൻ നാലാമത്തെ ഡെവലപ്പിംഗ് ആൻഡ് പബ്ലിഷിംഗ് ദ എക്സ്പോഷർ ഡ്രാഫ്റ്റ്. നമ്മൾ ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് തീരുമാനത്തിലേക്ക് എത്തിയ ഒരു സാധനം നമ്മൾ ഒരു ചട്ടക്കൂട് റെഡിയാക്കി എടുക്കണം. ആഫ്റ്റർ ഗെറ്റിംഗ് ദ ഒപ്പീനിയൻസ് ആൻഡ് വ്യൂസ് ഓഫ് ദി പബ്ലിക്. നേരത്തെ തേർഡ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞത് പ്രകാരം അവിടെ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്ത് പബ്ലിക്കിൻ്റെ അഭിപ്രായങ്ങളൊക്കെ രൂപീകരിച്ചതിന് ശേഷമാണ് ഈ നാലാമത്തെ സ്റ്റെപ്പ് നടക്കുന്നത്. ദെൻ എക്സ്പോഷർ ഡ്രാഫ്റ്റ് ഈസ് പ്രിപ്പയർഡ്. ഒരു എക്സ്പോഷർ ഡ്രാഫ്റ്റ് ഉണ്ടാക്കണം ആൻഡ് പബ്ലിഷ്ഡ് ഓൾസോ. ദിസ് അലൗസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ടു കമൻറ്റ് ഓൺ ദി പ്രപ്പോസൽസ്. ഈ അഭിപ്രായ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ എക്സ്പോഷർ ഡ്രാഫ്റ്റ് മുഴുവൻ എക്സ്പേർട്ടുകൾക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ താല്പര്യമുള്ള വ്യക്തികൾക്കും ഇത് കൃത്യമായിട്ട് അറിയിച്ചു കൊടുക്കുകയും അവരുടെ കമൻറ്റുകൾ വാങ്ങുകയും ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തെ പ്രോസസ്സിലേക്ക് വരുമ്പോൾ ഡെവലപ്പിംഗ് ആൻഡ് പബ്ലിഷിംഗ് ദ സ്റ്റാൻഡേർഡ്. ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ്സാണ് നമ്മൾ പറയുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡെവലപ്പിംഗ് ആൻഡ് പബ്ലിഷിംഗ് ദ സ്റ്റാൻഡേർഡാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ്. വെൻ ദ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ഇറ്റ് ഹാസ് റീച്ച്ഡ് എ കൺക്ലൂഷൻ ഓൺ ദി ഇഷ്യൂ അറൈസിംഗ് ഫ്രം ദി എക്സ്പോഷർ ഡ്രാഫ്റ്റ് കൃത്യമായിട്ട് നമ്മൾ തയ്യാറാക്കി അത് എക്സ്പേർട്ടുകളെ കൊണ്ടും അതുപോലെ താല്പര്യമുള്ള വ്യക്തികളെയൊക്കെ അറിയിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇഷ്യൂസുകളും പരിഹരിച്ച് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നു. ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ എക്സ്പോഷർ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മുഴുവൻ പഠനങ്ങളും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെന്ന് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇറ്റ് കൺസ്ട്രക്ട് ദ സ്റ്റാഫ് ടു ഡ്രാഫ്റ്റ് ദ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റാഫുകളെ അവർ നിയമിക്കും അല്ലെങ്കിൽ ആ ഒരു ടീമിനെ അവർ ഉണ്ടാക്കും എന്നുള്ളതാണ്. ദെൻ ആറാമത്തേത് പ്രൊസീജിയേഴ്സ് ആഫ്റ്റർ എ സ്റ്റാൻഡേർഡ് ഈസ് ഇഷ്യൂഡ്. സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ആഫ്റ്റർ ആൻ IFRS ഈസ് ഇഷ്യൂഡ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് മെമ്പേഴ്സ് ആൻഡ് സ്റ്റാഫ് ഹോൾഡ് റെഗുലർ മീറ്റിംഗ്സ് വിത്ത് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഇൻക്ലൂഡിംഗ് അതർ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡീസ്. ഈ IFRS നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് മെമ്പേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാഫുകളും റെഗുലർ മീറ്റിങ്ങുകൾ വിളിച്ചു ചേർക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കും വിശകലനങ്ങൾക്കും വേണ്ടിയിട്ട്. ദെൻ അവിടെ വിത്ത് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഇൻക്ലൂഡിങ് അതർ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡീസ്. മറ്റു സ്റ്റാൻഡേർഡുകൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളൊക്കെ സെറ്റ് ചെയ്യുന്ന മറ്റു ബോഡീസ് ഉണ്ട്. നമ്മൾ പാർട്ട് 3 പറഞ്ഞതാണ്. ഈ ബോർഡ് ഓഫ് മെമ്പേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ മീറ്റിംഗ് കൂടും എന്നുള്ളതാണ്. ടു ഹെൽപ്പ് അണ്ടർസ്റ്റാൻഡ് unanticipated issues related to the practical implementation and potential impact of its provisions. ഈ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസിൻ്റെ കൃത്യമായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷനും അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റുകളും പഠിക്കുന്നതിന് വേണ്ടിയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയും അതിൻ്റെ അഭിപ്രായങ്ങൾ ആരായുന്നതിന് വേണ്ടിയൊക്കെയാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടുന്നത്. ആ ഒരു മീറ്റിംഗ് കൂടുന്നതോടുകൂടി ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ ഒരു പ്രയോജനം. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൊസീജിയറിൽ പറയുന്നത്. ദെൻ അടുത്ത ഒരു ഭാഗം കൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് ഫോർ IFRS ആണ്. പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് ഫോർ IFRS. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ കൺസെപ്ച്വൽ ഫ്രെയിം വർക്കിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നോക്കാം എന്താണെന്നുള്ളത്. ഇറ്റ് ഈസ് എ ഫ്രെയിം വർക്ക് ഫോർ ദ പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. സിംപ്ലി കൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനുള്ള ഫ്രെയിം വർക്കിനെയാണ് കൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. എ ഫ്രെയിം വർക്ക് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. സിംപ്ലി പറഞ്ഞാൽ ഈ ഒരു കൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളുടെ ഒരു ഫൗണ്ടേഷനാണ്, അടിത്തറയാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന ആ പ്ലാനിങ്ങിനെയാണ് സിംപ്ലി നമ്മൾ അടിത്തറ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളുടെ അടിത്തറയാണ് കൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്.
A conceptual framework acts as a constitution for the standard setting process. ഒരു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ്സിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്, അഥവാ ഒരു ഭരണഘടന എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ആ ഒരു ചട്ടക്കൂടിനെയാണ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ദെൻ വിത്തൗട്ട് എ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഇല്ലാതെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ IFRS സെറ്റ് ചെയ്യുന്നതെങ്കിൽ, എ കോൺസിസ്റ്റൻറ്റ് അപ്രോച്ച് ടു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് കനോട്ട് ബി അച്ചീവ്ഡ്. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് നമുക്ക് സാധ്യമാവില്ല എന്നുള്ളതാണ്. കനോട്ട് ബി അച്ചീവ്ഡ്, നമുക്കത് സാധ്യമാവില്ല എന്നുള്ളതാണ്. ദെൻ ഇൻ ഷോർട്ട്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് കംപ്രൈസസ് ഓഫ് the theoretical principles which provide the basis for the development of accounting standard ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസ് ഉണ്ടാക്കുന്നതിനുള്ള പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ തിയറീസുകളെയാണ് നമ്മൾ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ദെൻ അതിൽ എലമെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിൽ അതിൻ്റെ എലമെൻറ്റ്സ് ഓഫ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിൽ ഒന്നാമത്തേത് ഒബ്ജക്റ്റീവാണ്, ലക്ഷ്യം ഉണ്ടാവണം. ദ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ടു, അഥവാ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് ഉണ്ടാവേണ്ടത് ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, പെർഫോമൻസ് ആൻഡ് ചേഞ്ച് ഇൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ് ദാറ്റ് ഈസ് യൂസ്ഫുൾ ടു എ വൈഡ് റേഞ്ച് ഓഫ് യൂസേഴ്സ് ഇൻ മേക്കിംഗ് എക്കണോമിക് ഡിസിഷൻസ്. സിമ്പിളായിട്ടൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരം അതിൻ്റെ യൂസേഴ്സിന് കൈമാറുക എന്നുള്ളതും, പെർഫോമൻസ് ആൻഡ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷനും അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ പെർഫോമൻസുകളും കൃത്യമായിട്ട് യൂസേഴ്സിന് അറിയുക എന്നുള്ളതും, ആൻഡ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ്, ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് യൂസേഴ്സിന് അറിയിക്കുക എന്നുള്ളതും, ദാറ്റ് ഈസ് യൂസ്ഫുൾ ടു എ വൈഡ് റേഞ്ച് ഓഫ് യൂസേഴ്സ് ഇൻ മേക്കിംഗ് എക്കണോമിക് ഡിസിഷൻ. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നമ്മൾ അക്കൗണ്ടിങ്ങിലൊക്കെ തുടക്കത്തിൽ പറയുന്നതാണ് യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ യൂസേഴ്സിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് യൂസേഴ്സാണ്, അഥവാ നമ്മൾ കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിൻ്റെ എലമെൻറ്റുകളാണ് പറയുന്നത്. അതിൽ രണ്ടാമത്തേത് യൂസേഴ്സാണ് വരുന്നത്. ദെൻ ഇൻവെസ്റ്റേഴ്സ്, എംപ്ലോയീസ്, ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന് ക്യാഷ് കൊടുക്കുന്ന ആളുകൾ. ദെൻ സപ്ലയേഴ്സ് ആൻഡ് അതർ ട്രേഡേഴ്സ്, കസ്റ്റമേഴ്സ്, ഗവൺമെൻറ്റ്സ് തുടങ്ങിയിട്ടുള്ള ആൻഡ് ദെയർ ഏജൻസീസ്, പബ്ലിക്, മാനേജ്മെൻറ്റ് ആൻഡ് അതേഴ്സ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെയാണ് നമ്മൾ യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂസേഴ്സിനെ പരിഗണിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് അണ്ടർലൈയിങ് അസംഷൻസ്, അക്രൂവൽ ബേസിസ് ആൻഡ് ഗോയിങ് കൺസേൺ. സാധാരണഗതിയിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിളിൽ പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അക്രൂവൽ ബേസിസും ആൻഡ് ഗോയിങ് കൺസേണും. സിംപ്ലി ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അക്രൂവൽ ബേസിസും ആവണം, അതുപോലെ തന്നെ ഗോയിങ് കൺസേൺ എന്നുള്ള രൂപത്തിലും ആവണം എന്നുള്ളതാണ്. കൃത്യമായിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നതാണ്. സ്ഥാപനം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരംഭിച്ച് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവസാനിക്കുക എന്നുള്ള ഒരു തത്വത്തിലല്ല അതിനെ കാണേണ്ടത്. ഒരു ലോങ് പീരീഡിലേക്കുള്ള ലോങ് എക്സിസ്റ്റൻസിലാണ് നമ്മൾ കാണേണ്ടത്. അതിനെയാണ് അവിടെ ആ ഒരു മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തേത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവേണ്ട മറ്റൊരു എലമെൻ്റാണ്. ദെൻ അണ്ടർസ്റ്റാൻഡബിലിറ്റി ഉണ്ടാവണം, റെലവൻസ് ഉണ്ടാവണം, മെറ്റീരിയാലിറ്റി ഉണ്ടാവണം. ഇതെല്ലാം ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണം. കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാവണം. ദെൻ റെലവൻറ്റ് ഫാക്ടേഴ്സുകളാവണം, വിശ്വാസയോഗ്യമായ ഫാക്ടേഴ്സുകൾ അതിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ദെൻ മെറ്റീരിയാലിറ്റി, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അതിലുണ്ടാവണം. റിലയബിലിറ്റി, വിശ്വാസം ഉണ്ടാവണം. ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ ആവണം, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടാവണം. ദെൻ സബ്സ്റ്റാൻസ് ഓവർ ഫോം, കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും അതിൽ ഉണ്ടാവണം. ദെൻ ന്യൂട്രാലിറ്റി ഉണ്ടാവണം, എന്ന് വെച്ചാൽ പക്ഷപാതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ ഉണ്ടാവാൻ പാടില്ല. റിയൽ ഡാറ്റയാവണം. ദെൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അതിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ദെൻ അഞ്ചാമത്തേത് എലമെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്. എലമെൻറ്റ് ഓഫ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിൻ്റെ അഞ്ചാമത്തെ പോയിൻ്റ് എലമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എലമെൻറ്റുകൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സെഷനിൽ വരുന്നുണ്ട്. ദെൻ അസറ്റുകൾ, ലയബിലിറ്റികൾ, ഇക്വിറ്റികൾ, ഇൻകം ആൻഡ് എക്സ്പെൻസസ്, 5 പ്രധാനപ്പെട്ട എലമെൻറ്റുകളാണ് ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്നത്. ദെൻ അതൊന്ന് അസറ്റായിരിക്കും, 2 ലയബിലിറ്റി ആയിരിക്കും, 3 ഇക്വിറ്റി അഥവാ ഓണേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, 4 ഇൻകം ആയിരിക്കും, 5 എക്സ്പെൻസ് ആയിരിക്കും. ഇതല്ലാത്ത കാര്യങ്ങൾ സ്ഥാപനത്തിൽ ഉണ്ടാവില്ല.
ദെൻ ആറാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ കൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഹാവ് ബീൻ ലിസ്റ്റഡ്. കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യലായിട്ടുള്ളതും ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളും അതിൽ നിർബന്ധമായിട്ടും ഉണ്ടാവണം എന്നുള്ളതാണ്. ഇൻകത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകളും അതുപോലെ അസറ്റ് ആൻഡ് ലയബിലിറ്റികളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിലുണ്ടാവണം എന്നുള്ളതാണ്. ദെൻ ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫിനാൻഷ്യൽ എലമെൻറ്റിലേക്ക് പോവുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഫിനാൻഷ്യൽ എലമെൻറ്റ് അവസാന ഭാഗത്ത്. ദെൻ ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫിനാൻഷ്യൽ എലമെൻറ്റ് എന്ന് പറയുന്നത്. സം എലമെൻറ്റ്സ് ആർ ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ മെഷേഴ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. ചില എലമെൻറ്റുകൾ ഫിനാൻഷ്യൽ പൊസിഷൻ്റെ മെഷേഴ്സിന് ഡയറക്റ്റായിട്ട് റിലേറ്റ് ചെയ്ത കാര്യമായിരിക്കും, മെഷേഴ്സിനെ നേരിട്ട് ബന്ധപ്പെടുത്തുന്ന കാര്യമായിരിക്കും. എന്നാൽ അതർ എലമെൻറ്റ്സ് ആർ ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി മെഷർമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. സിംപ്ലി പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ പൊസിഷനെ മെഷർ ചെയ്യുന്നതും അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ പെർഫോമൻസിനെ മെഷർ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന എലമെൻറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി, ഇൻകം, അതുപോലെ തന്നെ എക്സ്പെൻസസുകൾ. ഈ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ദെൻ ഇത് ചിലപ്പോൾ ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു ദി ഫിനാൻഷ്യൽ പൊസിഷൻ ആയിരിക്കും, ചിലപ്പോൾ ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ പെർഫോമൻസ് ആയിരിക്കും. സിംപ്ലി പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ പൊസിഷനും പെർഫോമൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് സിംപ്ലി മീൻസ് ദ എലമെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ എലമെൻറ്റുകളെയാണ് നമ്മൾ ഫിനാൻഷ്യൽ എലമെൻ്റ് എന്ന് പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട അഥവാ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിൽ ഉണ്ടാകുന്ന ഏതൊക്കെ ഐറ്റംസുകളുണ്ടോ ഈ ഐറ്റംസുകളൊക്കെ ഒന്നുകിൽ ഇൻകം, എക്സ്പെൻസ്, അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി ഈ പറയുന്ന സാധനമായിരിക്കും. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ എലമെൻറ്റുകളെയാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ എലമെൻസുകൾ എന്ന് വിളിക്കുന്നത്. ഇൻ അതർ വേർഡ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ എലമെൻറ്റ്സ് ഫ്രം വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് അതർ ഫോംസ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ആർ ടു ബി കൺസ്ട്രക്റ്റഡ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നതിനുമായിട്ടുള്ള എലമെൻറ്റുകളെയാണ് ഫിനാൻഷ്യൽ എലമെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻസ്, ഫിനാൻഷ്യൽ എലമെൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തേത് അസറ്റാണ്. അപ്പോൾ അസറ്റ് എങ്ങനെയാവണം എന്നുള്ളതാണ് പറയുന്നത്. അസറ്റ്സ് ആർ റിസോഴ്സസ് കൺട്രോൾഡ് ബൈ ആൻ എൻറ്റിറ്റി ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവൻറ്റ്. ദെൻ പാസ്റ്റ് ഇവൻറ്റുമായി ബന്ധപ്പെട്ടുള്ള റിസോഴ്സസുകളെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫ്രം വിച്ച് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ആർ എക്സ്പെക്റ്റഡ് ടു ഫോളോ ടു ദ എൻറ്റിറ്റി. അഥവാ അതിലൊരു ഫ്യൂച്ചർ ബെനിഫിറ്റ് ഉണ്ടാവണം, അത് സ്ഥാപനം പ്രതീക്ഷിക്കണം. ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. നേരത്തെ തന്നെ ബിസിനസ്സിൽ വാങ്ങി വെക്കുകയും ആ അസറ്റ്, ആ ഒരു വസ്തു, ആ ഒരു സാധനം ദീർഘകാലത്തേക്ക് ബിസിനസ്സിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ അസറ്റുകൾ എന്ന് പറയുന്നത്. മാത്രമല്ല അത് ഫിനാൻഷ്യൽ ഷോർട്ട് ടേം ആയിട്ടോ ലോങ് ടേം ആയിട്ടോ ഉള്ള ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഇതിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് ടേം ആയിട്ടുള്ളതിന് നമ്മൾ കറണ്ട് അസറ്റ് എന്നുള്ളതും ലോങ് ടേം ആയിട്ടുള്ള ഫിക്സഡ് അസറ്റ് പറയുന്നുള്ളതൊക്കെ നമുക്കറിയാം. ദെൻ രണ്ടാമത്തേത് ലയബിലിറ്റിയാണ്. ദെൻ ലയബിലിറ്റീസ് ആർ പ്രസൻറ്റ് ഒബ്ലിഗേഷൻസ് ഓഫ് ആൻ എൻറ്റിറ്റി അറൈസിങ് ഫ്രം പാസ്റ്റ് ഇവൻറ്റ്. പാസ്റ്റ് ഇവൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രസൻറ്റ് ഒബ്ലിഗേഷൻസിനെയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുന്നത്. ദ സെറ്റിൽമെൻറ്റ് ഓഫ് വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ടു റിസൾട്ട് in an outflow from the entity of resources embodying economic benefit. എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ഒരു ഫിനാൻഷ്യൽ ലയബിലിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിലും മറ്റ് ബോറോവിങ്സുകൾ എടുക്കുകയാണെങ്കിലൊക്കെ ആ ഒരു ഔട്ട്ഫ്ലോ ഓർ ഇൻഫ്ലോ കൊണ്ട് നമുക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത് ഇക്വിറ്റിയാണ്. ഇക്വിറ്റി ഈസ് ദ റിസൈജ്വൽ ഇൻട്രസ്റ്റ് ഇൻ ദി അസറ്റ് ഓഫ് ആൻ എൻറ്റിറ്റി. ഒരു എൻറ്റിറ്റിയുടെ ഒരു സ്ഥാപനത്തിൻ്റെ റിസൈജ്വൽ ഇൻട്രസ്റ്റ് ഇൻ ദ അസറ്റ് ഓഫ് ആൻ എൻറ്റിറ്റി. ആ സ്ഥാപനത്തിൻ്റെ അസറ്റുമായി ബന്ധപ്പെട്ടുള്ള റിസൈജ്വൽ ഇൻട്രസ്റ്റിനെയാണ്. എന്ന് വെച്ചാൽ സ്ഥാപനത്തിൻ്റെ അസറ്റാണ്. അതെങ്ങനെയാണെന്നുള്ളത് പറയുന്നുണ്ട്. ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓൾ ഓർ നോ ലയബിലിറ്റീസ്. അഥവാ മുഴുവൻ കാര്യങ്ങളും, ലയബിലിറ്റി അല്ലാത്ത മുഴുവൻ കാര്യങ്ങളും ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ലഭിക്കുന്നതാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇക്വിറ്റി ഈസ് അതർവൈസ് നോൺ ആസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. സിംപ്ലി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അഥവാ അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റലാണ്. അവിടെ ക്യാപിറ്റലിനെയാണ് നമ്മളവിടെ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇക്വിറ്റി കിട്ടും എന്നുള്ളതാണ്.
ദെൻ നാലാമത്തേത് ഇൻകം ആണ്. ഇൻകം ഈസ് ദ ഇൻക്രീസ് ഇൻ എക്കണോമിക് ബെനിഫിറ്റ് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പീരീഡ് ഇൻ ദ ഫോം ഓഫ് ഇൻഫ്ലോ ഓർ എൻഹാൻസ്മെൻറ്റ് ഓഫ് അസറ്റ്. ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ദ എക്കണോമിക് ബെനിഫിറ്റിലെ വർധനവാണ് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പീരീഡ്. ദെൻ ഇൻ ദി ഫോം ഓഫ് ഇൻഫ്ലോ, ക്യാഷിൻ്റെ ഇൻഫ്ലോ ആണ് ഉദ്ദേശിക്കുന്നത്. ഓർ എൻഹാൻസ്മെൻറ്റ് ഓഫ് അസറ്റ്, അല്ലെങ്കിൽ അസറ്റിൻ്റെ വർധനവാണ് ഉദ്ദേശിക്കുന്നത്. ഓർ അല്ലെങ്കിൽ ഡിക്രീസ് ഓഫ് ദ ലയബിലിറ്റികൾ കുറയുക. ലയബിലിറ്റി കുറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ക്യാഷുകളൊക്കെ കൊടുത്ത് തീർക്കുമ്പോഴാണ്. എന്തായാലും അത് ഇൻകത്തിൻ്റെ പരിധിയിലാണ് വരിക. ദാറ്റ് റിസൾട്ട് ഇൻ ആൻ ഇൻക്രീസ് ഇൻ ഇക്വിറ്റി, അഥവാ ഇക്വിറ്റി വർദ്ധിക്കുന്നതിലൂടെ അസറ്റ് കുറയുക എന്നുള്ള കണ്ടീഷനിലും നമുക്ക് ഇൻകം എന്ന് പറയാം. അഞ്ചാമത്തേത് എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് ആർ ഡിക്രീസ് ഇൻ ദ എക്കണോമിക് ബെനിഫിറ്റ് കുറയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഫോം ഓഫ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോ ഉണ്ടാകുക. ഓർ ഡിപ്ലീഷൻ ഓഫ് അസറ്റിൽ കുറവ് സംഭവിക്കുക. ഓർ ഇൻകറൻസ് ഓഫ് ലയബിലിറ്റീസ് ദാറ്റ് റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ ഇക്വിറ്റി കുറയുന്നതിലൂടെ ലയബിലിറ്റിയെ ബാധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ എക്സ്പെൻസസിൻ്റെ പരിധിയിൽ വരുന്നത്. അടുത്തത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് റെക്കഗ്നിഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എലമെൻസുകളുടെ റെക്കഗ്നിഷനാണ്. അഥവാ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ പരിധിയിലേക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എലമെൻസുകൾ കൊണ്ടുവരിക എന്നുള്ളത്, അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കുക എന്നുള്ളത്, ഇങ്ങനെ രണ്ട് രൂപത്തിലും പറയാം. ഇനീഷ്യൽ റെക്കഗ്നിഷൻ എന്നുള്ളത് അതിനെ ഒറ്റ വാചകത്തിൽ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. Recognition is the process of recording an item in the financial statement. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഒരു ഐറ്റം റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സിംപ്ലി റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. എ ട്രാൻസാക്ഷൻ ക്യാൻ ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓൺലി വെൻ ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ്. ഒരു ട്രാൻസാക്ഷൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്തു വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് റെക്കഗ്നൈസ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ ഓർ പ്രിൻസിപ്പിൾസ് ഓഫ് അസറ്റുകളുടെ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയയെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. ഫിനാൻഷ്യൽ എലമെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് അസറ്റ് എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ഫോർ ആൻ അസറ്റ് ടു ബി റെക്കഗ്നൈസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അസറ്റ് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ഇറ്റ് മസ്റ്റ് മീറ്റ് ദ ഡെഫിനിഷൻ ലേ ഡൗൺ ഇൻ ദ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഫ്രെയിംവർക്ക്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ഫ്രെയിംവർക്കിലെ ഡെഫിനിഷന് തീർച്ചയായിട്ടും അത് മീറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ആ ഡെഫിനിഷൻ്റെ പരിധിയിൽ വരുന്നതാവണം എന്നുള്ളതാണ്. അതായത് അസറ്റ് എന്ന് പറഞ്ഞാൽ റിസോഴ്സസ് കൺട്രോൾഡ് ബൈ ദ എൻറ്റിറ്റി ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു അസറ്റിൻ്റെ കൺട്രോള് സ്ഥാപനത്തിൻ്റെ പരിധിയിൽ വരിക. ഫ്രം വിച്ച് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഫോളോ ടു ദി എൻറ്റിറ്റി. അഥവാ അതിൽ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവുക. ഇത്രയും കാര്യമാണ് സിമ്പിളായിട്ട് അസറ്റ് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ഫോർ എ ലൈബിലിറ്റി ആണെങ്കിൽ, അഥവാ റെക്കഗ്നേഷൻ ക്രൈറ്റീരിയ ഓഫ് ലൈബിലിറ്റി ആണെങ്കിൽ, ഇൻ ഓർഡർ ഫോർ എ ലൈബിലിറ്റി ടു ബി റെക്കഗ്നൈസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ലൈബിലിറ്റി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ഇറ്റ് മസ്റ്റ് മീറ്റ് ദ ഫോളോവിങ് ഡെഫിനിഷൻ പ്രൊവൈഡഡ് ബൈ ദി ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഫ്രെയിംവർക്ക്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ഫ്രെയിംവർക്കിൻ്റെ പരിധിയിലേക്ക് അത് വരണം എന്നുള്ളതാണ്. ദെൻ ആ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, a liability is a present obligations of an entity arising from past ഇവൻറ്റിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷനെയാണ് നമ്മൾ ലൈബിലിറ്റി എന്ന് പറയുന്നത്. ദ സെറ്റിൽമെൻറ്റ് ഓഫ് വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ടു റിസൾട്ട് ഇൻ ആൻ ഔട്ട്ഫ്ലോ ഫ്രം ദി എൻറ്റിറ്റി. അതായത് സ്ഥാപനത്തിൻ്റെ ഔട്ട്ഫ്ലോയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് വരുന്നത്. ദെൻ എംപഡിയിങ് എക്കണോമിക് ബെനിഫിറ്റ്, അതിലൊരു എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ളത് കൂടിയാണ്. ദെൻ ഇൻ ഓർഡർ ഫോർ എ ലൈബിലിറ്റി ടു ബി റെക്കഗ്നൈസ്ഡ്, ലൈബിലിറ്റിയുടെ റെക്കഗ്നൈസിങ് ക്രൈറ്റീരിയയിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ദ ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് എംപഡിയിങ് എക്കണോമിക് ബെനിഫിറ്റ്,
അഥവാ അതിലൊരു എക്കണോമിക് ബെനിഫിറ്റ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ദെൻ ഫ്രം ദ എൻറ്റിറ്റി ഈസ് പ്രോബബിൾ. ദെൻ സെക്കൻഡ് വൺ, ദ കോസ്റ്റ് ഓർ വാല്യൂ ഓഫ് ദ ഒബ്ലിഗേഷൻ ക്യാൻ ബി മെഷേർഡ് റിലയബിളി. കൃത്യമായിട്ട് റിലയബിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അതിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ. ദെൻ അടുത്തത് റവന്യൂ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ ആണ്. ദെൻ റവന്യൂ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയയിൽ ഒന്നാമത്തേത് എക്കണോമിക് ബെനിഫിറ്റ് ഇൻക്രീസ് ആൻഡ് ദെയർ ബൈ ഇക്വിറ്റി ഇൻക്രീസ്, അഥവാ ഒരു എക്കണോമിക് ബെനിഫിറ്റ് ഇൻക്രീസ് ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. അതായത് അസറ്റ് ഇൻക്രീസസ് ഓർ ലയബിലിറ്റി ഡിക്രീസസ് റിസൾട്ടിങ് ഇൻ ഇൻക്രീസ് ഇൻ ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അസറ്റിൽ ഇൻക്രീസിങ്ങോ അല്ലെങ്കിൽ ലയബിലിറ്റിയിൽ ഡിക്രീസിങ്ങോ സംഭവിക്കുക എന്നുള്ളതാണ് എക്കണോമിക് ബെനിഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് റവന്യൂ ഡസ് നോട്ട് ഇൻക്ലൂഡ് കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ എക്വിറ്റി പാർട്ടിസിപ്പൻസ്, അഥവാ എക്വിറ്റി പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ ഓണേഴ്സാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഈ ഓണേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. റവന്യൂ ഡസ് നോട്ട് ഇൻക്ലൂഡ്, റവന്യൂവിൽ ഉൾപ്പെടുന്നില്ല കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ഇക്വിറ്റി പാർട്ടിസിപ്പൻസ് കൊണ്ടുവരുന്ന കോൺട്രിബ്യൂഷൻസ് റവന്യൂവിൻ്റെ പരിധിയിൽ വരുന്നില്ല. ഈ രണ്ട് പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളാണുള്ളത്. ദെൻ അടുത്ത എക്സ്പെൻസ് റെക്കഗ്നിഷൻ ക്രൈറ്റീരിയയാണ്. എക്സ്പെൻസ് ഈസ് റെക്കഗ്നൈസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അഥവാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എക്സ്പെൻസുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് എക്കണോമിക് ബെനിഫിറ്റ്സ് ഡിക്രീസ് ആസ് എ റിസൾട്ട് ഓഫ് ഡിക്രീസ് ഇൻ ആൻ അസറ്റ് കുറയുന്നതിൻ്റെ ഫലമായിട്ട് എക്കണോമിക് ബെനിഫിറ്റ് കുറയുക, അതാണ് എക്സ്പെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോർമലി നമ്മുടെ എക്സ്പെൻസ് തന്നെയാണ് എക്സ്പെൻസ്, പക്ഷെ അതൊരു എക്കണോമിക് ടേമിൽ പറയുന്നു എന്ന് മാത്രം. ദെൻ എക്കണോമിക് ബെനിഫിറ്റ് ഡിക്രീസ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസ് ഓഫ് എ ലൈബിലിറ്റി, അഥവാ എക്കണോമിക് ബെനിഫിറ്റ് കുറയുക ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസ് ഓഫ് എ ലൈബിലിറ്റി വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് എക്കണോമിക് ബെനിഫിറ്റ് കുറയുന്നതിനെയും നമുക്ക് ഇതിൻ്റെ എക്സ്പെൻസിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാം. ഇതിനടുത്തത് മെഷർമെൻറ്റ് ഓഫ് എലമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എലമെൻറ്റുകളുടെ മെഷർമെൻ്റ് ആണ് പറയുന്നത്. ദെൻ മെഷർമെൻറ്റ് സിംപ്ലി റെഫേഴ്സ് ടു വാല്യുവേഷനെയാണ് നമ്മൾ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ടേം മെഷർമെൻറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് വിച്ച് നമ്പേഴ്സ് ടു പ്രസൻറ്റ് ഓർ ഡിസ്ക്ലോസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിരിക്കുന്ന ഐറ്റത്തിൻ്റെ നമ്പറുകൾ അല്ലെങ്കിൽ എമൗണ്ടുകൾ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ബേസസ് ഓഫ് മെഷർമെൻ്റ് ആണ് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ് ഒന്നാമത്തെ ബേസ് എന്ന് പറയുന്നത്. അസറ്റ്സ് ആർ റെക്കോർഡഡ് അറ്റ് ദ എമൗണ്ട് പെയ്ഡ് ഓർ ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. അസറ്റ് റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ എത്രയാണോ അസറ്റിന് കൊടുത്ത എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫെയർ വാല്യൂ അഥവാ കറണ്ട് മാർക്കറ്റ് വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. ഗിവൻ ടു അക്വയർ ദം അറ്റ് ദ ടൈം ഓഫ് ദി ദെയർ അക്യൂഷൻ്റെ സമയത്ത് അഥവാ അത് ഏറ്റെടുക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ക്യാഷിൻ്റെ എത്രയാണോ ക്യാഷിൻ്റെ ഫെയർ വാല്യൂ അല്ലെങ്കിൽ ക്യാഷ് എത്രയാണോ കൊടുത്ത എമൗണ്ട് അതാണ് അസറ്റിൻ്റെ പരിധിയിലേക്ക് വരുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൻ്റെ ഭാഗത്ത്. ദെൻ ലയബിലിറ്റീസ് ആർ റെക്കോർഡഡ് അറ്റ് ദ എമൗണ്ട് ഓഫ് പ്രൊസീഡ്സ് റിസീവ്ഡ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ദ ഒബ്ലിഗേഷൻ. ദെൻ ഈ ഒബ്ലിഗേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കൈമാറ്റം ചെയ്യുന്ന സമയത്ത് എത്രയാണോ ആ ലയബിലിറ്റി മേലുള്ള എമൗണ്ട് അതാണ് ലയബിലിറ്റിയുടെ പരിധിയിലേക്ക് വരിക. ദെൻ രണ്ടാമത്തേത് കറണ്ട് കോസ്റ്റാണ്. അസറ്റ്സ് ആർ ക്യാരീഡ് അറ്റ് ദ എമൗണ്ട് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ്. ദെൻ ക്യാഷോ അല്ലെങ്കിൽ ക്യാഷിന് തത്തുല്യമായ ഒരു എമൗണ്ടോ ആയിരിക്കും. ദാറ്റ് വുഡ് ഹാവ് ടു ബി പെയ്ഡ് ഇഫ് ദ സെയിം ഓർ ഈക്വലൻ്റ് അസറ്റ് വെയർ അക്വയർഡ് കറൻ്റിലി. ഈ കറണ്ട് സമയത്ത് എത്രയാണോ ആ അസറ്റിൻ്റെ വാല്യൂ അതാണ് കറണ്ട് കോസ്റ്റ് എന്ന പരിധിയിൽ വരുന്നത്. മൂന്നാമത്തേത് റിയലൈസബിൾ വാല്യൂ ഓർ സെറ്റിൽമെൻറ്റ് വാല്യൂ ആണ്. ദെൻ അസറ്റ്സ് ആർ ക്യാരീഡ് അറ്റ് ദ എമൗണ്ട് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ്. അസറ്റ്സ് നമ്മൾ കൈമാറ്റം ചെയ്യുന്നത് ക്യാഷിനോ അല്ലെങ്കിൽ ക്യാഷിന് തുല്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഈക്വലൻ്റ് എമൗണ്ടിനോ അല്ലെങ്കിൽ ചെക്ക് ഡ്രാഫ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കോ വേണ്ടിയാണ്. ദാറ്റ് വുഡ് ബി ഒബ്റ്റെയിൻഡ് ബൈ സെല്ലിംഗ് ദ അസറ്റ്സ് ഇൻ ആൻ ഓർഡർലി ഡിസ്പോസ്ഡ്. അഥവാ സാധാരണഗതിയിൽ അസറ്റ് വിറ്റൊഴിവാക്കുന്ന സമയത്ത് എത്രയാണോ ക്യാഷ് ലഭിക്കുന്നത് ആ ക്യാഷ് അല്ലെങ്കിൽ ക്യാഷിൻ്റെ തുല്യമായിട്ടുള്ള എമൗണ്ട് ആണ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ ലയബിലിറ്റീസ് ആണെങ്കിൽ ലയബിലിറ്റീസ് ആർ ക്യാരിഡ് അറ്റ് ദെയർ സെറ്റിൽമെൻറ്റ് വാല്യൂ. ലയബിലിറ്റി കണക്കാക്കുന്നത് അതിൻ്റെ സെറ്റിൽമെൻറ്റ് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദാറ്റ് ഈസ് ദ അൺഡിസ്കൗണ്ടഡ് എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ ക്യാഷ് ഈക്വലൻ്റ്.
ക്യാഷോ അല്ലെങ്കിൽ ക്യാഷിന് തുല്യമായ എമൗണ്ടിൻ്റെയോ അൺഡിസ്കൗണ്ടഡ് എമൗണ്ടിനെയാണ് അവിടെ ലയബിലിറ്റിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നത്. ദെൻ ടു ബി പെയ്ഡ് ടു സാറ്റിസ്ഫൈ ദ ലയബിലിറ്റീസ് ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ലയബിലിറ്റിക്ക് എത്രയാണോ കൊടുക്കുന്നത്, സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എമൗണ്ട്, ആ എമൗണ്ടാണ് ഇവിടെ ലയബിലിറ്റിയുടെ പരിധിയിൽ വരുന്നത്. ദെൻ അഞ്ചാമത്തേത് പ്രസൻറ്റ് വാല്യൂ ആണ്, അഥവാ അസറ്റ്സ് ആർ ക്യാരീഡ് അറ്റ് ദ പ്രസൻറ്റ് ഡിസ്കൗണ്ടഡ് വാല്യൂ ഓഫ് ദി ഫ്യൂച്ചർ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ. അഥവാ ഒരു ഡിസ്കൗണ്ടഡ് എമൗണ്ട് കഴിച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് ആണ് ഇതിൻ്റെ പരിധിയിൽ വരുന്നത്. ദാറ്റ് ദ ഐറ്റം ഈസ് എക്സ്പെക്റ്റഡ് ടു ജനറേറ്റ് ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ എത്രയാണോ ആ ഐറ്റത്തിന് വരുന്നത്, ആ ഐറ്റത്തിൻ്റെ ഡിസ്കൗണ്ടഡ് എമൗണ്ടിനെയാണ് ഇവിടെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ദെൻ ലയബിലിറ്റീസ് ആണെങ്കിൽ ആർ ക്യാരീഡ് അറ്റ് ദെയർ സെറ്റിൽമെൻറ്റ് വാല്യൂ, ദാറ്റ് ഈസ് ദി അൺഡിസ്കൗണ്ടഡ് എമൗണ്ട്. ലയബിലിറ്റീസ് ആണെങ്കിൽ അത് അൺഡിസ്കൗണ്ടഡ് പോർഷൻ ആണ്. ദെൻ ക്യാഷ് ഓർ ക്യാഷ് ഈക്വലൻ്റ് ഓൾസോ എക്സ്പെക്റ്റഡ് ടു ബി പെയ്ഡ് ടു സാറ്റിസ്ഫൈ ദ ലയബിലിറ്റീസ് ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് ലയബിലിറ്റീസിൻ്റെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൻ്റെ പരിധിയിൽ വരുന്നത് ക്യാഷ് ഓർ ക്യാഷ് ഈക്വലൻറ്റിൻ്റെ അൺഡിസ്കൗണ്ടഡ് പോർഷനാണ്. ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 4-ൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട് ചർച്ച ചെയ്തത് കൺവേർജൻസ് ടു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ അതിലെ പ്രോസസ് ഓഫ് സെറ്റിംഗ് IFRSൽ സെറ്റിംഗ് അജണ്ട, ദെൻ പ്ലാനിംഗ് പ്രോജക്റ്റ്, ഡിസ്കഷൻ പേപ്പർ, മറ്റു സ്റ്റാൻഡേർഡ്സുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ഒപ്പം തന്നെ കൺസെപ്റ്റൽ ഫ്രെയിംവർക്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശകലനം നമ്മൾ നടത്തി കഴിഞ്ഞു. ദെൻ അതിൻ്റെ എലമെൻറ്റുകൾ, അതിലെ ഒബ്ജക്റ്റീവ്സ്, യൂസേഴ്സ്, അസംഷൻസ്, അതുപോലെ തന്നെ ക്വാളിറ്റി, ക്യാരക്ടർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തു. ദെൻ ഫിനാൻഷ്യൽ എലമെൻറ്റ്സുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫിനാൻഷ്യൽ എലമെൻറ്റുകൾ. അതിൽ അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി, ഇൻകം, എക്സ്പെൻസസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വിശകലനം നടത്തി. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ വ്യത്യസ്ത ക്ലാസിഫിക്കേഷൻസുകളൊക്കെ. ദെൻ അതുപോലെ തന്നെ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയയിൽ അസറ്റിൻ്റെയും ലയബിലിറ്റിയുടെയും റവന്യൂവിൻ്റെയും എക്സ്പെൻസിൻ്റെയും റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ നമ്മൾ ചർച്ച ചെയ്തു. ദെൻ അതുപോലെ തന്നെ അതിലെ കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റുകൾ, ബേസസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മറ്റൊരു പാർട്ടിലേക്ക് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി വരാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പഠന കാര്യത്തിൽ നന്നായിട്ട് ഉത്സാഹിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. താങ്ക് യു.